ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നമ്മളെന്തായാലും കളിക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കളൊക്കെ ഒരു പുതിയൊരു കിട്ടുന്ന വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കളൊക്കെ നമ്മളെന്തായാലും നമ്മുടെ സീരീസ് വീഡിയോ ആയിട്ട് വന്നേക്കണം. ഓക്കെ അപ്പോൾ എൻ്റെ ചാനലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചേർത്ത് വീഡിയോസ് അപ്പോഴെന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഓക്കെയാണ്. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതൊരു ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെടുത്ത വീഡിയോസ് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. പിന്നെ വീഡിയോ എന്നാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. പിന്നെ ബാക്കി കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൽ കുറച്ചൊന്നും ചിലതൊന്നും കണ്ടിട്ടില്ല. ആ വീഡിയോസ് കാണാൻ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം, എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ അതുപോലെ തന്നെ കംപ്ലീറ്റ് എന്തായാലും കാണാം. ഓക്കെ അപ്പോൾ ഏതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ അപ്പം ഒരു ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കാണൊക്കെ ചെയ്യണം. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ കാണൊക്കെ നൈസായിട്ട് എന്തായാലും സ്റ്റാർട്ടിങ്ങൊക്കെ എന്തായാലും ചെയ്യാം. ഓക്കെ അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഗായ്സ് എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റ് ഫുള്ള് സെറ്റായി ഞാൻ ഇവിടെ പുഷപ്പൊക്കെ എടുത്ത് സെറ്റായിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു വരാന്തയിൽ ഞങ്ങളൊക്കെ എന്തായാലും നിൽക്കണം. ആകെ ബോറടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ നമ്മുടെ വീട്ടിലല്ല നിൽക്കണത്. ഓക്കെ നമ്മുടെ അച്ഛൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെയാണ് നിൽക്കണത്. ഓക്കെ കാരണം എന്താ അറിയാമായിരിക്കും, നമ്മുടെ ടൈഗർ വീടാകെ നശിപ്പിച്ചിട്ട് അതൊന്ന് സെറ്റായിക്കൊണ്ടിരിക്കണം. ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞിരുന്നു. ഓക്കെ ഇന്നലെ നമ്മുടെ സ്കോർപ്പിയോ ഒക്കെ കിട്ടിയിരുന്നു, പക്ഷേ സ്കോർപ്പിയോ കിട്ടിയത് സാധാരണ പോലെയല്ല, കംപ്ലീറ്റ് മോഡിഫൈ ചെയ്ത് കളറൊക്കെ മാറ്റിയുള്ളൊരു വൈറ്റ് കളറൊക്കെ അടിച്ച് സെറ്റൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്കോർപ്പിയോയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു വണ്ടി കൂടെ നമുക്കിനി മോഡിഫൈ കളച്ചാണ്, ജസ്റ്റ് ഒരു മോഡിഫിക്കേഷനുകളൊക്കെയാണ്, വേറെ ഒന്നും തന്നെ ചെയ്തിട്ടൊന്നും തന്നെ എന്തായാലും ഇല്ല. നമ്മുടെ സ്കോർപ്പിയോയ്ക്ക് കുറേ മോഡിഫിക്കേഷൻസ് ചെയ്യാനായിട്ടുണ്ട്. എനിക്കുള്ള പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ ടയറുകളൊക്കെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത് വലിയ ടയറൊക്കെ ഇട്ട് ഫുള്ളായിട്ട് വണ്ടി അപ്ഗ്രേഡ് ചെയ്ത് സ്റ്റിക്കറൊക്കെ അടിച്ച് ഒരു ഓഫ് റോഡ് ടൈപ്പ് പോലെ ഒന്ന് ആക്കിയെടുക്കാനാണ് എൻ്റെ പ്ലാൻ. പക്ഷേ എന്തായാലും ആ ഒരു സ്കോർപ്പിയോ എന്തായാലും ജസ്റ്റ് ഒരു സ്റ്റോക്ക് പോലെ ഇരിക്കണതാണ് കുറേ കൂടെ ഭംഗി. ഓക്കെ ചില സാധാരണക്കാലും കുറേ കൂടെ സ്റ്റോക്ക് ആയിട്ടിരിക്കണതാണ് ഭംഗി. ഓക്കെ അതിനൊക്കെ മോഡിഫൈ ചെയ്ത ഒടുക്കത്തെ ലുക്കായിരിക്കും, പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ എപ്പോഴും എടുക്കാം. ഓക്കെ അതല്ലാതെ തന്നെ നമ്മുടെ താറുകളൊക്കെ ചിലപ്പോൾ എന്തായാലും മോഡിഫിക്കേഷൻ ചെയ്യുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ഒരു താർ എടുത്തിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യുന്നതാണ്. ഇത് ചെയ്യാൻ ചാൻസ് ഇല്ല, ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ് ഭംഗി. ഓക്കെ അപ്പോൾ എന്തായാലും നൈസാണ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നടന്ന് താഴോട്ട് പോകെ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ എല്ലാ വണ്ടികളും തന്നെ എന്തായാലും ഇവിടെ എന്തായാലും ഇല്ല. ഓക്കെ നമ്മുടെ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും ഉള്ളു. ഓക്കെ നമ്മുടെ ബാക്കി എല്ലാ വണ്ടികളും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മളെന്തായാലും നേരെ എന്തായാലും ഗൈസ് നമ്മുടെ കയ്യിലുള്ള തന്നെ വേറൊരു നമ്മുടെ കാർ ഗറാജിനൊക്കെ എന്തായാലും നമ്മളെന്തായാലും കൊണ്ടുകളൊക്കെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ നമ്മുടെ കയ്യിലാണെങ്കിൽ വേറെ കുറേ ഗറാജുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതിലൊരു ഗറാജിലേയും കൊണ്ടിട്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ഞാൻ 2-3 വണ്ടികൾ എടുത്തിട്ട് ബാക്കിയെല്ലാം കൊണ്ടിട്ടേക്കാണ്. ഓക്കെ ഇതാണ് കേസ്. ഓക്കെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഇവിടെ താറും പിന്നെ നമ്മുടെ സ്കോർപ്പിയോ ആണ്. ഓക്കെ പിന്നെ ഒരു വണ്ടികളുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം കണ്ടാണ് ഈ ഒരു ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഫോർച്യൂണർ ആരെ എന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നതുണ്ട്. ഓക്കെ ഇത് വേറെ ആരുടെയും അല്ല, ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ അങ്കിളുടെ വണ്ടികളൊക്കെയാണ്. ഓക്കെ അങ്കിളുടെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വണ്ടികളൊക്കെയാണ് ഈ ഒരു ഫോർച്യൂണർ. ഓക്കെ പുള്ളി എന്തായാലും നേരെ ഇങ്ങനെ വന്നിരുന്നു. ഓക്കെ അതാണ് പുള്ളിയുടെ ആണ്. ഓക്കെ നമുക്ക് ഫോർച്യൂണർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ നമുക്ക് ഫോർച്യൂണർ ഉണ്ടായിരുന്നു. ഓക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കൊടുത്തു. ഓക്കെ അത് ഓക്കെ നമ്മൾ കൊടുത്തിട്ടാണ് ആ ഒരു ഫെറാറി എടുത്തത്. ഓക്കെ കാണാൻ കൊടുക്കത്തെ ലുക്കാണ്. ഓക്കെ ഫോർച്യൂണർ ഉണ്ടായിരുന്നു. ഓക്കെ ഈ സെയിം മോഡലാണ്. ഓക്കെ ലെജൻഡർ എടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ സത്യത്തിൽ എനിക്കൊരാഗ്രഹമുണ്ട് ഒരു ഫോർച്യൂണർ എടുക്കണമെന്ന്. ഓക്കെ ഓക്കെ എന്തായാലും നൈസ് വണ്ടികളൊക്കെ ഒരു ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ നമുക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്നാലും നോക്കാം. ഓക്കെ നമുക്ക് എന്തായാലും പോയി അങ്കിളിൻ്റെ കീങ്ങളൊക്കെ പോയി വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ സോ അങ്ങനെ കീങ്ങളൊക്കെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിടിലൻ വീഡിയോകളൊക്കെ ആണോ. ഓക്കെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഈ ഫോർച്യൂണർ ഒന്ന് ഓടിച്ച് നോക്കാം. സീൻ വണ്ടിയാണ്. ഓക്കെ അങ്കിളിൻ്റെ ആണ്. ഓക്കെ ഇത് നമ്മുടെ ഉണ്ടായിരുന്ന പോലത്തെ അല്ല, നമ്മുടെ എന്ന് വെച്ചാൽ വൈറ്റ് ആയിരുന്നു. ഓക്കെ അതുപോലെ ഓൾഡ് ആയിരുന്നു. ഓക്കെ എന്ന് വെച്ചാൽ ഇതിനേക്കാളും ഓൾഡ് ആയിരുന്നു. ഓക്കെ എന്ന് വെച്ചാൽ മറ്റേ ഫസ്റ്റ് ജനറേഷൻ അല്ല,
ഒരു സെക്കൻഡ് ജനറേഷൻ അടുപ്പിച്ചുള്ള ഒരു മോഡലും കാര്യങ്ങളൊക്കെയാണ്. ഇതേപോലത്തെ തന്നെയാണ് ഓക്കെ. പക്ഷേ ഇതിനേക്കാളും പഴയതായിരുന്നു ഓക്കെ. ഈ സൈസ് ഷേപ്പും മോഡലും ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിരുന്നു. പക്ഷെ ഇതേപോലെ തന്നെയാണ്. പക്ഷെ ഇതിനേക്കാളും പഴയ വണ്ടികളൊക്കെ ആയിരുന്നു ഓക്കെ. ഏതാണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ കണക്കാർ വണ്ടികളൊക്കെ ഓടിയിട്ടുണ്ട് ഓക്കെ. അപ്പം അതെന്തായാലും കൊടുത്തിട്ടുണ്ട് ഓക്കെ. ഓക്കെ, ഇത് കുറച്ചുകൂടെ പുതിയതാണ് വേണമെങ്കിൽ പറയാം ഓക്കെ. ലെജൻഡറാണ് ഏറ്റവും പുതിയതൊക്കെ. സീൻ വണ്ടിയാണ് ഓക്കെ. ഓക്കെ, ഇത് നൈസാണ്. പക്ഷേ ഇതിന് കുറേ കൂടെ അപ്ഗ്രേഡേഷന് ഞങ്ങൾക്ക് അങ്കിൾ ചെയ്തിട്ടുണ്ട് ഓക്കെ. ഓക്കെ, ഇത് നമ്മുടെ അച്ഛൻ്റെ അനിയൻ്റെ വണ്ടിയാണ് ഓക്കെ. അതായത് നമ്മുടെ അങ്കിളിൻ്റെ വണ്ടിയാണ് ഓക്കെ. സീന് വണ്ടികളൊക്കെയാണ്, നല്ല കൺട്രോളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഓക്കെ. എൻ്റെ മോനെ സീന് വണ്ടിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ. അങ്കിള് 2-3 ദിവസം താമസിക്കാൻ വന്നതാണ് ഓക്കെ. ഓക്കെ, നമുക്കെന്നാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാണ്. നമുക്ക് തിരിച്ചതുകൊണ്ട് നേരെ വീട്ടിലോട്ടേക്ക് പോവാം. നമുക്കൊരു കിഡിലെ SUV എടുക്കണം ഓക്കെ. നമ്മളതിൽ ഇതില്ല, SUV ഇല്ല. നമ്മുടെ കയ്യിൽ കാറുണ്ട്, അതേപോലെ തന്നെ ജീപ്പ് പോലത്തെ ടൈപ്പ്. നമ്മളതിൽ SUV ഉണ്ട്, പക്ഷെ ഉള്ളത് സ്കോർപ്പിയോ ആണ് ഓക്കെ. നമുക്ക് ഇതേപോലത്തെ ഒരു SUV ആണ് നല്ലത് ഓക്കെ. ഫോർച്യൂണർ അടിപൊളി വണ്ടിയാണ് ഓക്കെ, അതെടുക്കണം. നമുക്ക് ഫോർച്യൂണർ ആണെങ്കിൽ എടുക്കാം നമുക്ക് ഓക്കെ. നമുക്കെന്തായാലും ഈ വണ്ടി നേരെ വീട്ടിലോട്ടേക്ക് കയറ്റാം. അയ്യോ, അങ്കിളിൻ്റെ വണ്ടിയാണ് മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ ഇടിച്ച് നശിപ്പിക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് ചാടിയാണ് പോകണമൊക്കെ. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, പക്ഷെ എന്നാൽ ഈ വണ്ടി ഇങ്ങനത്തെ ഗട്ടറൊക്കെ വരുമ്പോൾ ചാടിയാണ് വേണം വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ഓക്കെ. അതുകൊണ്ട് തന്നെ ചെറിയൊരു തട്ടിയാൽ മതി, അപ്പോൾ തന്നെ ഉണ്ട് ഇതേപോലെ നടന്ന് ചാടാൻ തുടങ്ങും ഓക്കെ. അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഓക്കെ. നമുക്ക് ഇവിടെ ഇടണ്ട, കുറച്ചങ്ങോട്ട് നീക്കിയിടാം. ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. അത് ഇങ്ങോട്ട് നീക്കണം, അത് വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലം ഇടുക്കിലാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ടൊക്കെ നമ്മളങ്ങനെ ഈ ഒരു ഫോർച്യൂണോടെ പാർക്ക് ചെയ്തൊക്കെ. അങ്കിള് പിന്നെ ഇവിടെ നിന്നാണ് അങ്കിളുടെ കമ്പനിയിൽ കണക്കെ പോകണം ഓക്കെ. നമ്മുടെ അച്ഛന് കമ്പനിയുണ്ട് ഓക്കെ. അങ്കിളുടെ വീട് നല്ല ദൂരെയാണ് ഓക്കെ. അപ്പോൾ നമുക്കെന്തായാലും പോയി നമ്മുടെ കീ കണക്കെ പോയി കൊടുത്തിട്ട് എന്തായാലും വരാം ഓക്കെ. ഓക്കെ, ഞാൻ എന്തായാലും കീ കണക്ക് കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നെന്തായാലും ഗൈസ് നമ്മളൊരു കിടുക്കാച്ചായിട്ടുള്ള ഒരു റേസിന് കണക്കെ നമ്മളെന്തായാലും പങ്കെടുക്കാനായിട്ട് പോവുകയാണ് ഓക്കെ. അപ്പോൾ ആ ഒരു റേസ് എന്താണെന്ന് വെച്ചാൽ ഡ്രാഗ് റേസും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇതിനു മുമ്പായിട്ടൊരു റേസും കണക്കെ നമ്മളെന്തായാലും പങ്കുകളൊക്കെ എടുത്തിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ആ ഒരു റേസിൽ കണക്കെ പങ്കെടുത്താണ് നമ്മൾ ഈ ഒരു മഹീന്ദ്രയുടെ താറ് കണക്കെ നമ്മളെന്തായാലും നേടിയെടുത്തൊരു ബെറ്റ് വെച്ചിട്ടുള്ള റേസ് വെച്ചാണ് ഓക്കെ. ഇതെന്ന് വെച്ചാൽ എർത്ത് അടിച്ചിട്ടായിരുന്നു താറിന്. നമ്മൾ ഫുള്ള് ബ്ലാക്ക് അടിച്ച് ഒരു കിടുക്കാച്ച സീന് മോഡലാക്കി എടുത്തു ഓക്കെ. ബ്ലാക്കാണ് താറിന് ചേർന്ന കളറൊക്കെ. സീന് വണ്ടിയാണ് ബ്ലാക്ക് ഓക്കെ. അപ്പം നമ്മുടെ അങ്ങനെ നേടിയെടുത്തൊരു വണ്ടിയാണ് നമ്മൾ അതെന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും വേറൊരു ഡ്രാഗ് റേസാണ് നമ്മളെന്തായാലും വന്നേക്കണം ഓക്കെ. ഈ ഒരു ഡ്രാഗ് റേസിൽ നമ്മൾ പങ്കെടുക്കാൻ വേണ്ട വണ്ടി എന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ സ്വന്തം ലംബോർഗിനി ടെർസയാണ് ഓക്കെ. നമ്മളതിൽ ഇനിയും കാറുണ്ട്, നമ്മുടെ GTR ഉണ്ട്, അതേപോലെ നമ്മുടെ ഫെറാറി ഉണ്ട്, ലംബോർഗിനി ഉണ്ട്, സൂപ്പർ ഉണ്ട്. അങ്ങനെ കുറേ കാറുകൾ നമ്മളതിൽ എന്തായാലും ഉണ്ട് ഓക്കെ. പക്ഷെ അതൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടി നല്ല സ്പീഡ് കാലൊക്കെ ഉണ്ട് ഓക്കെ. പക്ഷേ ബാക്കിയുള്ള വണ്ടിക്കാണ് കൂടുതൽ സ്പീഡ് ഓക്കെ. പക്ഷേ ഇതിൻ്റെ നൈസ് സ്പീഡ് കാലൊക്കെയാണ് ഓക്കെ. ഇത് വെച്ചാൽ റേസൊന്നും പങ്കെടുത്തിട്ടില്ല ഓക്കെ. ഇതിന് പക്ഷേ ഒട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല, അതാണ് ഈ വണ്ടിയുടെ ഒരു കുഴപ്പം ഓക്കെ. ഇതിനൊട്ടും തന്നെ എന്തായാലും ഗ്രൗണ്ട് ക്ലിയറൻസ് കാലൊക്കെ അല്ലാണ്ട് ഇപ്പോൾ തന്നെ ഇറക്കിയപ്പോൾ ഉണ്ട് ചെറുതായിട്ടൊക്കെ തട്ടുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് തീരെ ഇല്ല ഓക്കെ. അത്യാവശ്യത്തിനുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഗട്ടറൊന്നും കയറത്തില്ലേ വണ്ടിയുടെ. അഥവാ ഗട്ടർ കയറിയാലും ഭയങ്കര ഇടിയൊക്കെ ആയിരിക്കും അടിയിലുണ്ട കണ്ട. അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് ഈ വണ്ടി കയറുന്നത് ഓക്കെ. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ റേസുകളൊക്കെ എയർപോർട്ടിൽ വെച്ചാണ് നടക്കണം ഓക്കെ. നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം ഓക്കെ. ഓക്കെ, അതേപോലെ ഈ ഒരു റേസിൽ ഞാനൊക്കെ പങ്കെടുക്കണമെന്ന് നിങ്ങൾക്ക് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഓക്കെ. വേറെ ആരും തന്നെ അല്ല ഗൈസ്, നമ്മളെ ആണെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടൊരു റേസറുകളൊക്കെ നമ്മളെന്തായാലും ഇൻവൈറ്റിങ്ങളൊക്കെ ചെയ്തേക്കാണ് ഓക്കെ. അപ്പോൾ ആ ഒരു റേസറിൻ്റെ വണ്ടി ഏതാണെന്നൊന്നും എനിക്കൊരു പിടിയും തന്നെ ഇല്ല. ഒരു റേസറുകളൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് നമ്മളോട് ബെറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മളാണെങ്കിൽ കുറേ റേസുകളൊക്കെ പങ്കെടുത്ത് നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഓക്കെ. അതുകൊണ്ടാണ് ഓക്കെ. അപ്പോൾ നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് എന്തായാലും പോവാം ഓക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു റേസുകളൊക്കെ എയർപോർട്ടിലാണ്. ഒരു റേസ് എന്നല്ല 5-6-10 റേസ് എന്തോ ഉണ്ടെന്നാണ് പറയണത് ഓക്കെ. അതിലെല്ലാത്തിലും ജയിച്ച എന്തോ തരുമെന്നാണ് അയാൾ പറഞ്ഞത് ഓക്കെ. അയാൾ നമ്മളെ തമ്മിലുള്ള മാത്രമായിട്ടുള്ള ഒരു റേസാണ് ഓക്കെ. ബെറ്റാണെന്ന് സംശയമുണ്ട് ഓക്കെ. നമുക്കെന്തായാലും ഇവിടെ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് എന്തായാലും നമുക്ക് കാണാം ഓക്കെ. എന്തായാലും നേരെ അങ്ങോട്ട് പോവാം ഗൈസ് ഓക്കെ. എന്നിട്ട് அவங்க അയാളെ അങ്ങോട്ട് കാണാം ഓക്കെ.
ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ ഫൈനലി എന്തായാലും എയർപോർട്ടിൽ ഞങ്ങളൊക്കെ എത്തിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഓക്കെ നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിച്ച് അയാളെ കണ്ടില്ല. ഓക്കെ അയാൾ എവിടെ പോയെന്നൊരു പിടിയും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ ഇതുകൊണ്ടൊരു ടൊയോട്ടയുടെ ഫോർച്യൂണർ കിടക്കണ, ഇത് അയാളാണ്. അയാളാവാൻ വഴിയില്ല, അയാൾ പ്രൊഫഷണൽ റേസറൊക്കെ അല്ല, അപ്പോൾ സ്പോർട്സ് കാറും അല്ലായിരിക്കും. ഓക്കെ പക്ഷെ എനിക്കിവിടെ ആരും കാണാനില്ലല്ലോ. ഇയാളിത് ഇവിടെ പോയി. ഓക്കെ നമുക്കെന്തായാലും അയാളെ ഇനി തപ്പി പിടിക്കണം. ഇയാളിത് എവിടെ പോയാ എന്തോ അല്ലേ. ഇതാ അവിടെ ഒരുത്ത നിൽക്കണ, അയാളാണ്. ഡോ ഇങ്ങ് പോടോ. ഞാൻ പറഞ്ഞേ, ഇതാ അവിടെ ഒരാളിങ്ങളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. ഇത് അയാളാണ് തോന്നണം. ഓക്കെ എനിക്കറിയത്തില്ല. അല്ല ഇയാളെന്തിനു വെളിയിൽ പോയാ? ഞാൻ ഇപ്പോൾ വരുമെന്നല്ലേ പറഞ്ഞ. ഇതോടെ പെട്ടെന്ന് ഓടിവാടേ. പറ നിങ്ങളാരാണ്? എടോ ഞാനാണോ നിന്നെ ഇൻവെൻറ്റ് ചെയ്ത് വിളിച്ച? കാര്യം പറ, എങ്ങനെയാണ് റേസും കാര്യങ്ങളൊക്കെ? റേസൊക്കെ ഞാൻ പറഞ്ഞല്ലോ. റേസ് അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു റേസാണ്. ഞാനും നീ തമ്മിൽ ബെറ്റാണ് വെക്കാനായിട്ടാണ്. ചില ബെറ്റീസ് കാറാണ് ഞാൻ ഉദ്ദേശിക്കണം. അങ്ങനെയാണോ? ശരി നടക്കട്ടെ. ബെറ്റീസ് കാർ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം വെച്ചാൽ ഞാൻ തോക്കുകയാണെങ്കിൽ എൻ്റെ ടെർസോ ഞാൻ നിങ്ങൾക്ക് തരും. ലംബോർഗിനി ടെർസോ നീ കൊണ്ടുവന്നോ? എൻ്റെ അമ്പോ നീ ഭയങ്കര തന്നെയല്ലോടാ. അല്ല നിങ്ങൾ സ്പോർട്സ് കാർ തന്നെയല്ലോ. പൊട്ടാ നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? ഞാൻ കൊണ്ടുവന്ന വണ്ടി നീ കണ്ടില്ലേ? നിങ്ങൾ കൊണ്ടുവന്ന ഫോർച്യൂണറാ? എടോ താനെന്തോടെ വട്ടനാണോ? എടോ ഫോർച്യൂണറൊക്കെ ഒരു SUV ആണ്, അതൊക്കെ ഓഫ് റോഡ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ടൊയോട്ടയുടെ വേറെ അടിപൊളിയായിട്ടുള്ള സ്പോർട്സ് കാർ എത്രയുണ്ട്, താൻ അതുപോലെ കൊണ്ടുവരാത്തവരുതാടോ. എടോ ഈ വണ്ടിക്ക് ഒടുക്കത്തെ സ്പീഡാണ്. താൻ കണ്ടോ? താൻ ബോധം കെട്ടില്ല. അമ്മാതിരി സ്പെഷ്യൽ ട്യൂൺ ചെയ്ത എൻജിനാണ് ഈ വണ്ടിയിലുള്ളത്. പിന്നെ ചുമ്മാ തള്ളടിക്കാതെ ഡോ തൻ്റെ വണ്ടിയുടെ മുമ്പിൽ എൻ്റെ വണ്ടിക്ക് ഒടുക്കത്തെ സ്പീഡാണ്. തൻ്റെ വണ്ടി ഒരു സെക്കൻഡ് പോലും പിടിച്ചില്ല, അപ്പം തന്നെ തൻ്റെ വണ്ടി തോറ്റു. കാരണം വെച്ചാൽ ആ വണ്ടി സ്പീഡ് കുറവാണ്. അതെന്ന് വെച്ചാൽ ഒരു SUV ആണ്. വേറെ എത്ര ടൊയോട്ടയുടെ അടിപൊളി വണ്ടികളുണ്ട് സ്പോർട്സ് ആയാലും, അത് വല്ലതും കൊണ്ടുവന്നു തനിക്ക്. ഫോർച്യൂണർ എടുത്തുകൊണ്ട് വന്നേക്കണം അയാളെടോ. ഇതൊക്കെ ഈസി ആയിട്ട് ജയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക്. ഒന്നാമത് ടെർസോ ആണ് എൻ്റെ കയ്യിലിരിക്കണം. ഡോ ടെർസോ ആണോ മറ്റേതാണോ മറിച്ചാണോ എന്ന് പറഞ്ഞ് നീ അങ്ങ് അഹങ്കരിക്കണ്ട. എൻ്റെ വണ്ടിയെല്ലാം സുഖമായിട്ട് ജയിക്കും. നീ വേണേൽ കണ്ടോ. നമുക്ക് കാണാം. ബെറ്റ് വെച്ചേ. ശരി നമുക്ക് കാണാം. മോനെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് ഞാൻ വെച്ച ബെറ്റായതുകൊണ്ട് തന്നെ എൻ്റെ 1 മില്യനും കൂടെ ഉണ്ട്. ശരി ഞാൻ ബെറ്റ് വെച്ച് 1 മില്യനെങ്കിൽ 1 മില്യൻ നമുക്ക് കാണാം. ഓക്കെ നീ പോയി വണ്ടി കയറ്. ഓക്കെ അയ്യോ ഒരു കാര്യം പറയാൻ മറന്നു. നീ എന്താടോ? ഈ റേസിൻ്റെ റൂൾസ് ഞാൻ പറയാൻ മറന്നേ. ഈ റേസിനാണെങ്കിൽ വേറെ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും തന്നെയല്ല. നീ സ്പീഡിൽ പോയി അങ്ങറ്റത്തുള്ള ആ ഒരു നെറ്റ് പോലത്തെ ഒരു സംഭവം കണ്ടോ അങ്ങറ്റത്ത്? അവിടെ പോകുമ്പോൾ നീ ഫിനിഷ് ലൈന് ഇളക്കണം അങ്ങറ്റത്തൊക്കെ. നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ആ നെറ്റ് പോലത്തെ സംഭവമല്ലേ, അവിടെ ചെല്ലുമ്പോൾ വണ്ടി ഫിനിഷാവും. അത് തന്നെ നീ ഇപ്പോൾ വണ്ടി ഇറത്തിക്കുന്ന സ്ഥലമല്ലേ നീ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലം. അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് നേരെ ആ നെറ്റ് വരണ പോർഷൻ വരെയാണ് ഫിനിഷ് ലൈൻ. ഓക്കെ അപ്പോൾ ആരാണ് അവിടെ എത്തണം അവർ ജയിക്കും. പിന്നെ ഈ റേസ് ഒറ്റ ഘട്ടത്തിലൊന്നും തന്നെ തീരത്തൊന്നും തന്നെയല്ല. 5 ഘട്ടമുണ്ട്. ആ 5 ഘട്ടത്തിൽ 3 പോയിന്റ് മതി ഒരാൾക്ക് ജയിക്കാൻ. മനസ്സിലായില്ല? 3 പോയിന്റ് എന്ന് ഉദ്ദേശിച്ചാൽ 3 പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ തനിക്ക് ജയിക്കുക. താനിപ്പോൾ 2 പ്രാവശ്യം ജയിച്ചിട്ട് ഞാൻ 1 പ്രാവശ്യം ജയിക്കുകയാണെങ്കിൽ തനിക്ക് ജയിക്കാനായിട്ട് പറ്റത്തില്ല. മാക്സിമം 3 വേണം. അങ്ങനെയാണോ? ഞാൻ ഫുൾ 5 എടുക്കും. താൻ 1 പോലും എടുക്കില്ല. നോക്കിക്കോ. നമുക്ക് കാണാം. നീ ഒന്ന് വണ്ടി കയറോ? ശരി ഓക്കെ അയാൾ എന്നെ വെല്ലുവിളിച്ചേക്കാണ്. ഓക്കെ അയാൾ പറഞ്ഞാൽ അയാളുടെ വണ്ടിക്ക് കൊടുക്കുന്ന സ്പീഡൊക്കെയാണെന്ന്. പക്ഷേ സ്പീഡ് പണ്ടാരൊന്നും ആ വണ്ടിക്കില്ല. അതെന്ന് വെച്ചാൽ ഒരു SUV ആണ്. അഥവാ മോഡിഫൈ ചെയ്താലും വലിയ സ്പീഡൊന്നും കാണത്തില്ല. ഓക്കെ ഹൈടെക് മോഡിഫിക്കേഷനൊക്കെ ചെയ്താൽ വണ്ടിയാണെങ്കിൽ കുറേ കൂടെ സ്പീഡ് കയറിപ്പോൾ. ഓക്കെ അതിന് കംപ്ലീറ്റ് എൻജിൻ ഫുള്ളായിട്ട് മാറ്റണം. ഓക്കെ ഈ എൻജിൻ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ എന്തായാലും ഈ വണ്ടി പക്ഷെ കാണാം. ഈ വണ്ടി ലെജൻഡറായിരുന്നാ? അയ്യോ പണിപ്പാളിയാ എൻ്റെ ഗൈസ്. പണിപ്പാളിയാന്നൊരു ചെറിയ സംശയമുണ്ട്. ഞാൻ വിചാരിച്ചത് നമ്മുടെ അങ്കിളിൻ്റെ ഇരിക്കണത് സാധാരണ ഫോർച്യൂണറാണ്. ദൈവമേ ഇത് ലെജൻഡറല്ലേ? ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്.
പോരാത്തതിന് ഈ വണ്ടിക്ക് നല്ല സ്പീഡും ഉണ്ട്, അത്യാവശ്യത്തിന് സ്പീഡുണ്ട്. പക്ഷെ ടെർസുകാർ അത്രയും സ്പീഡില്ല. ഇനി അയാളെ നമ്മൾ തോപ്പിക്കുമോ? ഇപ്പോഴേ പേടിയാണ്. അങ്ങനെ ഒരു വഴിയില്ല. കുറച്ചാൽ ഇതിന് അത്യാവശ്യം വലിയ സ്പീഡൊന്നും ഇല്ല. ഓക്കെ, ഇത് സ്പോർട്സ് കാറല്ലല്ലോ, സാധാരണ ഒരു വണ്ടിയല്ലേ. നമുക്കെന്നാലും നോക്കി നോക്കാം. ഓക്കെ ഓക്കെ നീ അപ്പോൾ ഒന്ന് വണ്ടി കയറുമല്ലോ, ഞാനും കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റേസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലേ? സ്റ്റാർട്ട് ചെയ്യാം. നീ ഒന്ന് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വണ്ടി എടുന്നിട്ട് ഞാൻ പറയാം. വെയിറ്റ് ചെയ്യും, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും എന്തായാലും വണ്ടികളും കണക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് എന്തായാലും എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും റേസ് കണക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാറ് എന്തായാലും ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇയാളെന്തായാലും പുറകോട്ടെന്ന് നേരെ എന്തായാലും 3 തൊട്ട് നേരെ 1 വരെ എന്തായാലും എണ്ണമെന്നാണ് വെച്ചാൽ പുറകോട്ട് എണ്ണണമെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നുവെച്ചാൽ 1 2 3 എന്ന് പറയല്ല, അതേപോലെ തന്നെ പുറകോട്ടെന്ന് 1 വരെ എണ്ണമെന്നാണ് ഇയാളെന്തായാലും പറയണം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പറയാനായിട്ട് പോവാണ്. 3 2 1 0 സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മുടെ ടെർസങ്ങളൊക്കെ സ്പീഡിൽ ഞങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അയാൾ പുറകിലാണെന്ന് തോന്നണം കേട്ടാ. അയാൾ ഇവിടെ നിന്ന് കാണാനില്ല. ഓക്കെ, നെറ്റ് വരെ എന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, നമ്മൾ ജയിച്ച്. യെസ്, ഫസ്റ്റത്തെ കളിയിൽ നമ്മൾ ജയിച്ചു, അയാളെ തോറ്റ്. നല്ല കാര്യം. അയ്യോ, ഞാൻ ഇവിടെ തോറ്റുമല്ലോ ഫസ്റ്റ് റൗണ്ടില്. അയ്യോ, നൈസായിട്ട് പണി പാളി. അവനാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ച്. ഞാൻ ഇനി എന്ത് ചെയ്യും? അവൻ്റെ ടെർസോ റോക്കറ്റ് വിട്ടാലാണ് പോയത്. ഞാനാണെങ്കിൽ എവിടെ തോക്കുകയും ചെയ്ത്. ഇതാകെ നാണക്കേടായല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ബാക്കിയുള്ള റേസിന് എനിക്ക് ജയിക്കാൻ പറ്റുമോ ആർക്കറിയാം. അയ്യോ. ഓക്കെ ഗായ്സ്, എന്നാൽ ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും ഫസ്റ്റ് റൗണ്ടിന് കണക്കെ ജയിച്ചേക്കാണൊക്കെ. ഇനി നമുക്കിതിൽ കൂടെ ഈ 2 റൗണ്ടും കൂടെ ജയിച്ചാൽ മതി. ഓക്കെ, മൊത്തത്തിൽ 5 റൗണ്ടാണുള്ളത്, പക്ഷേ ഇതിൽ നമുക്ക് 2 റൗണ്ട് മതി ജയിക്കാനായിട്ടൊക്കെ. അതും കൂടെ കഴിയുമ്പോൾ ഈ ഫോർച്യൂണർ നമ്മുടെ കയ്യിലെത്തും. അങ്ങനെ ആരാ പറഞ്ഞ ഫസ്റ്റ് റൗണ്ടിന് നീ ജയിച്ചെന്ന് പറയും, സെക്കൻഡ് റൗണ്ടിൽ നീ ജയിക്കാൻ പോകണില്ല. നോക്കിക്കോ, ഈ റൗണ്ടിൽ നീ തോറ്റിരിക്കും. അതെൻ്റെ വാക്കാണ്. ശരി, നമുക്ക് കാണാം. ഞാൻ ഇവിടെ റേസ് അനൗൺസ് ചെയ്യാനായിട്ട് പോവാണ്. ഓൺ എ മൗത്ത്, ഗെറ്റ് സെറ്റ്, ഗോ. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ എന്തായാലും വണ്ടി കണക്ക് എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അയാളാണെങ്കിൽ തൊട്ട് പുറകെ തന്നെ ഏകദേശം ഉണ്ടെന്നാണ് കേട്ടോ. അതിന് അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഓക്കെ, പക്ഷേ നമ്മളാണ് റേസിൻ്റെ വിന്നർ. നമ്മളങ്ങനെ റേസ് നല്ല സുഖമായിട്ട് നമ്മളങ്ങനെ ജയിച്ചേക്കാണ്. അയാളിനെ എവിടെ പോയാൽ ആർക്കറിയാം. ഓക്കെ, നമുക്കെന്തായാലും അവിടെ പോയി എന്തായാലും നോക്കാം. ഓക്കെ, അയ്യോ, ഞാൻ എന്താ ഇവിടെ അടുത്ത റൗണ്ടിനും തോറ്റുപോയല്ലോ. എന്നാലും എന്ത് കഷ്ടമാണിത്. ഇവൻ്റെ വണ്ടിക്ക് ഇത്രയും സ്പീഡുണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. എൻ്റെ പൊന്ന് ചേട്ടൻ്റെ വണ്ടിക്കാലും സ്പീഡ് കൂടുതലെന്ന് നേരത്തെ പറഞ്ഞതല്ലേ? അപ്പം ചേട്ടൻ കേട്ടില്ലല്ലോ. ഞാൻ വിചാരിച്ച് നിൻ്റെ വണ്ടിക്ക് സ്പീഡ് കുറവാണെന്ന്. കുഴപ്പമില്ല, ഇനിയും 3 റൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് കാണാം. നമുക്ക് അടുത്ത റേസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും നൈസായിട്ട് എന്തായാലും അടുത്ത റേസുകളൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും അനൗൺസ് ചെയ്യാനായിട്ട് പോവാണ്. ഓൺ എ മൗത്ത്, ഗെറ്റ് സെറ്റ്, ഗോ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും റേസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അയാൾ ബാക്കി തരുന്നുണ്ട്. അല്ല, എനിക്കൊരു സംശയം, ഈ വണ്ടി വേറെ ഒരു സ്പീഡ് പോലും കയറണില്ലല്ലോ. അതെന്താണെന്നാണ് ഞാൻ ആലോചിക്കണത്. ചെറിയ സംശയമുണ്ട്. ഈ വണ്ടി നേരെ ഒരു സ്പീഡ് പോലും നേരെ എടുക്കണില്ല. കണ്ടാ ഭയങ്കര സ്ലോയിലാണ് വരണത്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ 3ാമത്തെ റൗണ്ടും ജയിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അയാളടുത്ത് പോയി ചോദിക്കാം എന്താണ് സംഭവം. ഓക്കെ, അല്ല ഗായ്സ്, എനിക്കൊരു സംശയം. ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡും സാധനവും എല്ലാം ഉണ്ട്. പിന്നെ എന്ത് ഈ വണ്ടിക്ക് ഇത്രയും സംഭവമാണ്? ഞാനാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇയാൾ നേരെ വണ്ടി ഓടിക്കണമെന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കാണാതെ ആ ഒരു പ്ലെയിനിൻ്റെ മണ്ടൊക്കെ ആയിട്ട് ഞാനാണെങ്കിൽ എൻ്റെ ഫോൺ കണക്ക് വെച്ചിരുന്നു. അതൊന്നും അയാൾ കണ്ടിട്ടില്ല. ആ സംഭവത്തിൽ നോക്കിയപ്പോൾ വണ്ടി
ഉറുമ്പ് പോണ പോലെയാണ് പോണത്. അത്രയ്ക്ക് സ്പീഡില്ലേ വണ്ടിക്ക്. ചെറിയ സംശയമുണ്ട് എനിക്ക്. നമുക്ക് എന്തായാലും അയാളോടൊന്ന് എന്തായാലും സംസാരിച്ചോക്കെ. എടാ നീ റേസിനും ജയിച്ചാ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു റേസും കൂടെ വെക്കാം. ഇല്ല പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ ഈ ഫോർച്യൂണർ വേണം. എനിക്ക് വണ്ടി ഇപ്പം തന്നെ ഇഷ്ടപ്പെട്ട്. അതങ്ങനെ, ഈ വണ്ടി എൻ്റെ വണ്ടിയല്ല, അപ്പം ഞാൻ പറയണ പോലെ കേൾക്കണം. ഒരു റേസും കൂടെ. ഈ റേസ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. എന്നാലും കുഴപ്പമില്ല. ഞാൻ നിൻ്റെ വണ്ടി ഓടിക്കും, നീ എൻ്റെ വണ്ടി ഓടിക്കും. അതെങ്ങനെ? സ്വന്തം വണ്ടി വെച്ചാണ് റേസ് ഒക്കെ ഇടാം, അല്ലാതെ വല്ലവൻ്റെ വണ്ടി വെച്ചല്ല. അപ്പം നിനക്ക് വണ്ടി ഒന്ന് നേരെ ഓടിക്കാൻ അറിഞ്ഞൂടാ. സ്പീഡുള്ള വണ്ടി കൊണ്ടാണ് നീ ജയിച്ചത്. എടാ പോടോ, ഞാൻ വേണമെങ്കിൽ നിൻ്റെ ഫോർച്യൂണർ വെച്ച് നല്ല സുഖമായിട്ട് ഞാൻ വേണമെങ്കിൽ കളിക്കാം. നമുക്ക് കാണാം. ഓക്കെ, ശരി. താൻ ഈ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ? താൻ റേസിൽ കളിക്കാം. ഞാൻ തൻ്റെ ഫോർച്യൂണർ ഓടിക്കാം, താൻ എൻ്റെ ടെർസോ ഓടിക്കാം. നമുക്ക് കാണാം. കാണിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് എന്തായാലും റേസും കാര്യങ്ങളൊക്കെ എന്തായാലും അടുത്തത് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ടൈമുകളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി ഓടുന്നെന്താണെന്ന് ചുമ്മാ ചെക്ക് ചെയ്താണ്. ഓക്കെ, ഇപ്പം ഞാൻ എന്തായാലും അനൗൺസ് ചെയ്യാനായിട്ട് പോകണം. ഞാൻ തന്നെ ഈ റേസിന് ജയിക്കും, നോക്കിക്കോ. എന്നിട്ട് നിൻ്റെ ഈ വണ്ടി എനിക്ക് കിട്ടുകയും ചെയ്യും. അത് നമുക്ക് അപ്പം കാണാം, നോക്കാം. ഓൺ എ മൗത്ത്, ഗെറ്റ് സെറ്റ് ഗോ, സ്റ്റാർട്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും അടുത്ത സ്റ്റാർട്ട് കണക്ക് അയാൾ എന്തായാലും പറഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. ഈ വണ്ടിക്കൊരു കുഴപ്പമില്ലല്ലോ. ഇതിന് നമ്മുടെ വണ്ടിക്കാർ അത്യാവശ്യം നല്ല സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു. എനിക്കറിയടാ, ഈ വണ്ടിക്ക് അത്യാവശ്യം സ്പീഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടിക്കാരുടെ സ്പീഡ് കൂടുതൽ. പക്ഷെ ഈ വണ്ടി നല്ല സ്പീഡ് ഉണ്ടല്ലോ. ഈ വണ്ടി വെച്ചാൽ സുഖമായിട്ട് റേസ് വെച്ചു. പക്ഷെ അങ്ങേര് വന്നില്ല. അയാളവിടെ നിന്ന് വരണേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവണല്ലോ ഇയാൾ എന്താണ് കാണിക്കണേന്ന്. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പം എന്നാലും ഞാൻ എന്തായാലും ഈ റേസിന് കാലൊക്കെ ജയിച്ചേക്കാണൊക്കെ. അതേപോലെ ഈ ഒരു റേസിന് കാലൊക്കെ ജയിച്ച് ഞാൻ എന്തായാലും ഈ ഒരു ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറി കാലൊക്കെ നേടിയെടുത്തേക്കാണ്. അതുപോലെ നമ്മുടെ ടെർസയെ നമുക്ക് തിരിച്ചിട്ട്, അതല്ലാതെ തന്നെ എനിക്കാണെങ്കിൽ $1 മില്യൺ കൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ടെർസോ വെച്ചാണ് നമ്മൾ ഈ ഒരു 3 റേസുകളൊക്കെ ജയിച്ച. പക്ഷെ അവസാനത്തെ റേസിൽ അയാൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെന്തായാലും അയാളുടെ ഒരു ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ വെച്ച് കളിച്ച് അയാൾ നമ്മുടെ ടെർസോ വെച്ച് കളിച്ചു. ഓക്കെ, അയാളാണെങ്കിൽ ഓൺ എ മൗത്ത് ഗെറ്റ് സെറ്റ് ഗോ സ്റ്റാർട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറും എടുത്തുകൊണ്ട് നമ്മളെന്തായാലും കത്തിച്ചെന്തായാലും നമ്മൾ നല്ല സ്പീഡിൽ എന്തായാലും പോയി. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ആ വണ്ടി കൊണ്ട് നല്ല സ്പീഡിലും കണക്ക് പോയിട്ട് നമ്മളെന്തായാലും ആ ഒരു റേസിലും കണക്ക് അവസാനം എന്തായാലും നമ്മളെന്തായാലും ആ ഒരു ഫിനിഷ് ലൈനിൻ്റെ ആ ഒരു പോർഷനിൽ കണക്ക് കയറി നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമ്മൾ അത്രയും കയറി എത്രയാണ് 5-6 സെക്കൻഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇയാൾ അവിടെ നിന്ന് പതുക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടത് തന്നെ. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ഇയാൾ നല്ല സമയം എടുത്തിട്ട് ഇയാൾ അവസാനം വന്ന് ഇയാൾ ഈ ഒരു ഫിനിഷ് ലൈൻ കൊണ്ട് വണ്ടിയും കൊണ്ട് നിർത്തി. ഓക്കെ, അതും ഇത്രയും സ്പീഡ് കൂടിയ ലംബോർഗിനി ടെർസോ വെച്ചാണ് ഇയാൾ ഈ വണ്ടികളൊക്കെ ക്രോസ് ചെയ്ത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ആ വണ്ടി കളിച്ച ആ വണ്ടിക്ക് ഇമാതിരി സ്പീഡുകളൊക്കെ ഉള്ളതാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ ഒരു ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറിന് കണക്ക് നല്ല സ്പീഡിനൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ട് ഈ വണ്ടി ഇത്രയും പതുക്കെ എങ്ങനെയാണ് വന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ ഓടിച്ചപ്പോൾ നല്ല സ്പീഡിലാണ് ആ ഒരു വണ്ടി കണക്ക് വന്നത്. എനിക്കറിയണം ഇനി ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ. നമുക്കൊന്ന് ചോദിച്ചോക്കാം. നിങ്ങൾ ചുമ്മാ ഓരോന്ന് പറയണം, എന്നിട്ട് വണ്ടി എന്തിനാണ് ചുമ്മാ ഇങ്ങനെ കുറ്റം പറയണ? ആ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, അത് നല്ല സൂപ്പർ വണ്ടിയാണ് ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ. ഒന്ന് 6 രൂപ പറഞ്ഞു, അത് പൊട്ട വണ്ടിയാണ്. ആ വണ്ടിക്ക് സ്പീഡും ഇല്ല, ഒരു കുഴപ്പമില്ല. ചുമ്മാ ഞാൻ ആക്സിലേറ്റർ ചവിട്ടിയിട്ട് ആ വണ്ടി നേരെ ഓടണില്ല. എടോ പ്രാന്ത, തനിക്ക് എന്തിനാ വട്ടാടോ? ഇയാളെയൊക്കെ പറയണം, എൻ്റെ പൊന്നെ, ഇയാൾക്ക് അവാർഡാണ് കൊടുക്കേണ്ടത്. ഷെടോ പൊട്ട, ചുമ്മാ ആക്സിലേറ്റർ ചവിട്ടിയാൽ പോരാ, വണ്ടി ക്ലച്ചിൽ ചവിട്ടിയിട്ട് ഗിയർ മാറ്റണം, എന്നാലല്ലേ വണ്ടി സ്പീഡ് കയറുമോ? ഇയാൾ ഭ്രാന്തം തന്നെ. ഇയാളപ്പോൾ ഫസ്റ്റ് ഗിയറിലിട്ടായിരിക്കും ഓടിച്ച് ഇത്രയും നേരം. ബെസ്റ്റ്. അയ്യോ, ഗിയർ എന്നൊരു സാധനം ഉണ്ടോ വണ്ടിയിൽ? അടിപൊളി. ഇയാൾക്ക് ഗിയർ എന്തെന്ന് അറിഞ്ഞൂടാ. എടോ പ്രാന്ത, ഞാൻ കാണിച്ചു തരാം, ഇങ്ങി വാ, വണ്ടിയുടെ കീതാ. എൻ്റെ പൊന്നെ, ഇയാൾക്ക് ഗിയർ എന്തെന്ന് അറിഞ്ഞൂടാ. ഇയാൾക്ക് എങ്ങനെയാ റേസറായ? താൻ കണ്ടായിരുന്നു ഒരു കുറ്റി പോലെ ഇരിക്കണ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ട്, അതാണ് ഗിയർ.
അതേപോലെ തന്നെ ഏറ്റവും ഇങ്ങ് സൈഡിലായിട്ട് ക്ലച്ച് എന്നൊരു സാധനം താൻ കണ്ട ആ ഒരു സാധനത്തിൻ്റെ പേരാണ് ക്ലച്ച്. ചില ആക്സിഡൻറ്റിൻ്റെ ഏകദേശം തൊട്ടടുത്ത് തന്നെ ബ്രേക്കിൻ്റെയൊക്കെ അവിടെ തന്നെ. അപ്പോൾ ആ ഒരു ക്ലച്ചിൽ ചവിട്ടിയിട്ട് ഗിയർ നമ്മൾ മാറ്റണം. അതല്ലാതെ ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ ക്ലച്ച് കയറലൊക്കെ ഇല്ല, നമുക്ക് അല്ലാതെ തന്നെ ഗിയർ കയറലൊക്കെ മാറ്റാം. അതല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് മോഡിട്ട് കഴിഞ്ഞാൽ അത് ഗിയർ മാറ്റണം. പക്ഷെ തൻ്റെ വണ്ടികളൊക്കെ മാനുവലാണ്, തൻ്റെ വണ്ടി ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ താൻ ഈ ഗിയർ എന്തെന്ന് അറിഞ്ഞൂടാ. താൻ എടോ പൊട്ട, താനൊക്കെ എങ്ങനെയാടാ റേസറായ? എടോ ആ ഗിയർ മാറ്റിയാലല്ലേടാ വണ്ടി സ്പീഡ് കയറും, അല്ല ചുമ്മാ ഫസ്റ്റ് ഗിയറിൽ എങ്ങനെയാടാ വണ്ടി സ്പീഡ് കയറും നേരെ? ഞാൻ ഗിയറിട്ട് കയറിപ്പോയിട്ടാണ് എൻ്റെ വണ്ടി പറന്ന് അവിടെ വരെ എത്തിയ, അല്ല ചുമ്മാ വണ്ടി ഗിയർ ഇടാതെ നേരെ പോയെന്നില്ല. ഗിയർ ഇടാതെ സ്പീഡ് പോകും, പക്ഷെ അത്രയും സ്പീഡ് കിട്ടത്തില്ല. അപ്പോൾ താൻ ഗിയർ ഇടാതെയാണോ പോയത്? ബെസ്റ്റ്. തന്നെ ആരോടാ റേസറാക്കിയ? അത് പിന്നെ ഞാൻ ഗിയർ ഇടാതെയാണ് ഓരോ വണ്ടികൾ കളിച്ചത്. പക്ഷെ അത്രയും കളിച്ചിട്ട് പോലും എനിക്ക് എത്രയാണ് 8th പൊസിഷനൊക്കെയാണ് കിട്ടിയത്. ബെസ്റ്റ്. ഗിയർ ഇടാതെ എങ്ങനെയാണോ വണ്ടി ഇങ്ങനെ ആവുക? തന്നെ പിന്നെ പ്രൊഫഷണൽ റേസറോ അങ്ങനെ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ തന്നെ പൊക്കി പറഞ്ഞ കണ്ടല്ലോ കുറേ പേര്. അയ്യോ, അപ്പോൾ സത്യത്തിൽ ഈ ഗിയർ എന്നൊരു സാധനം വണ്ടിയിലുണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇത്രയും കാലമായിട്ട്. അപ്പോൾ താനൊക്കെ ഒരു പൊട്ടം തന്നെ, തനി ഈ ഗിയർ എന്താണെന്ന് അറിഞ്ഞൂടെ? ബെസ്റ്റ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ റേസിന് ജയിച്ചേ, എനിക്ക് ഫോർച്യൂണർ. അതെങ്ങനെ? ഇതെൻ്റെ വണ്ടി, ഇതെൻ്റെ പേരിലുള്ള വണ്ടി, ഞാൻ പൈസ കൊടുത്താൽ വെച്ചാൽ എൻ്റെ വണ്ടി, എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ഫോർച്യൂണർ. അതൊന്നും പറ്റില്ല. ഈ വണ്ടി ഇനി എൻ്റെ വണ്ടി, എനിക്ക് ഈ വണ്ടി നല്ല ഇഷ്ടപ്പെട്ടു ഇപ്പം തന്നെ ഓടിച്ചപ്പോൾ തന്നെ. ഇതിന് എൻ്റെ വണ്ടി. അത് പറയാം താനാറോ? ഞാൻ ആരെന്ന് തനിക്ക് വഴിയെ മനസ്സിലായിക്കോ. അതാ പിടിച്ചോ. അയ്യോ, എന്നെ അടിച്ചിടല്ലേ അമ്മച്ചേ, അയ്യോ. നല്ല കാര്യം, അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, അയാൾക്ക് അയാൾക്ക് ഗിയർ എന്താണെന്ന് അറിയണം പൊട്ടെ. ഇയാളൊക്കെ എന്ത് പറയണമെന്ന് പിന്നെ. നമുക്കെന്തായാലും ഫോർച്യൂണർ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ വീട്ടിലോട്ടേക്ക്. പക്ഷെ നമുക്ക് ഈ ലംബോർഗിനി എടുക്കാറുണ്ട്. ലംബോർഗിനി അങ്ങ് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിടട്ടോ. ഈ വണ്ടി സീൻ വണ്ടിയാണ് ആ ഒരു ഫോർച്യൂണർ. എപ്പോഴും കണ്ടോടിക്കാൻ തോന്നണം എനിക്ക്. ഓക്കെ, വെച്ചാൽ നല്ല രസമാണ് ആ വണ്ടി കാണാനായിട്ട്. ഓക്കെ, വണ്ടിക്കൊരു കുഴപ്പമില്ല. ഇയാൾ ചുമ്മാ വണ്ടിയെ കുറ്റം പറയണം, അതിന് സ്പീഡിൽ പൊട്ട വണ്ടിയാണ് അങ്ങനെയൊക്കെ. പക്ഷെ വണ്ടിക്ക് നല്ല സ്പീഡാണ്, വണ്ടി നല്ല കിടില വണ്ടിയാണ്. നമ്മൾ അങ്കിളുടെ വണ്ടി ഓടിച്ചതല്ലേ, അതുകൊണ്ട് നമുക്ക് ഫോർച്യൂണറെ കുറിച്ച് നല്ല അറിയാം. ഓക്കെ, വണ്ടിക്കൊരു കുഴപ്പമില്ല, വണ്ടിക്ക് ആവശ്യത്തിനുള്ള നല്ല സ്പീഡുണ്ട്. വണ്ടി 200 വരെയൊക്കെ മാക്സിമം പോകും. ഓക്കെ, 200 ഓക്കെ, ഒരു കൂടിപ്പോയ ഒരു 100 എത്ര വരെ പോകും. ഓക്കെ, ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ടോപ്പ് സ്പീഡ് കണക്ക് നോക്കിയിട്ടില്ല. പക്ഷേ ആ ഒരു വണ്ടി കണക്ക് 220 വരെ അങ്ങനെയൊക്കെ മാക്സിമം എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഏകദേശം ഒരു 140 അടുപ്പിച്ച് എന്തായാലും വണ്ടി മാക്സിമം സ്പീഡിൽ എന്തായാലും ഓടും. ഓക്കെ, അത്രയും കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനുകളൊക്കെയാണ്. ഓക്കെ, ഇത് പെട്രോളും കയറലൊക്കെയാണ്. ഓക്കെ, ഇത് ഡീസലല്ല, പെട്രോളാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് മാനുവലും കയറലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നൈസ് വണ്ടികളൊക്കെയാണ്. ഓക്കെ, മാനുവലാണ് പൊളി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ലംബോർഗിനികളൊക്കെ അവിടെ കിടക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഉടമസ്ഥന് എന്തായാലും നല്ലൊരാളാണ്. ഇയാളൊക്കെ ആരാണെന്ന് റേസറാക്കിയത്? അയാളെന്നൊരു വണ്ടി തന്നില്ല. ഓക്കെ, അയാൾക്ക് ഗിയർ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇയാൾ റേസിനൊക്കെ ഗിയർ ഇടാതായിരിക്കും ഓടിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇയാൾ 8th പൊസിഷനൊക്കെ പറഞ്ഞു. ഇയാളെ സ്പീഡുള്ള ഒരു കിടിലം കാറുണ്ട്, അത് ചില സുഖമായിട്ട് ഇയാൾക്ക് റേസ് ജയിക്കാം. പക്ഷെ ഇയാൾക്ക് ഗിയർ ഇടാൻ അറിഞ്ഞൂടാ. ഇയാളൊക്കെ ആരാണെന്തോ വണ്ടി പഠിപ്പിച്ച്. നല്ല കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഒരു ഫോർച്യൂണറും കൊണ്ട് നേരെ ഇവിടെ വീട്ടിലോട്ടേക്ക് പോകാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു വെബ് സീരീസ് വീഡിയോകളൊക്കെ ആയിരുന്നു കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കിടുക്കാച്ച് വീഡിയോകളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം എല്ലാവരും നമ്മുടെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ള വീഡിയോസ് കുറച്ചൊന്നും കണ്ടിട്ടില്ല, അതെല്ലാവരും പോയി കാണാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ചുമ്മാ വണ്ടി ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവരും ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പം ബൈ, ടേക്ക് കെയർ.